പ്രിയപ്പെട്ടവരെ, ഞാൻ VM സാദിഖ് അലി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും ആ സ്ഥലത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ് എന്താണ് അവിടെ ഉള്ളത്, എങ്ങനെയാണ് അവിടെ ഭൂപ്രകൃതി, അവിടുത്തെ കാലാവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം നമ്മുടെ യാത്ര ഗുജറാത്തിലെ ഗീർ വനത്തിലേക്കാണ്. ലോകത്തിൽ തന്നെ ഏഷ്യാറ്റിക് ലാൻഡ് അവസാനത്തെ ഒരു ഇടമാണ് ഗുജറാത്തിലെ ഗീർ വനം. ഇതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് റീക്യാപ്ചർ എർത്ത് എന്നുള്ള യൂട്യൂബ് ചാനൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. എവിടെയാണ് ഗീർ വനം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയം ഉണ്ടായിരിക്കുക. ഗുജറാത്തിലെ ജുനഗദ് എന്ന് പറയുന്ന ജില്ലയിലാണ് ഗീർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സിംഹങ്ങളെ കാണാൻ പോകുന്നുണ്ട്, സിംഹങ്ങളെ കാണണമെന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. ആ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ സൈറ്റിൽ പോയിട്ട് അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് കൺഫർമേഷൻ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഗുജറാത്തിലെ ഗീർ വനത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ടിക്കറ്റ് ചാർജ് വരുന്നത് 800 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടാതെ 400 രൂപ ഗൈഡ് ഫീ വരുന്നുണ്ട്. 2000 രൂപ നമ്മൾ സഫാരിക്ക് പോകുന്ന ജിപ്സിയുടെ ഫീയും വരുന്നുണ്ട്. സാറ്റർഡേയും സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയായിരിക്കും അതിൻ്റെ ഫീ വരുന്നത്. അതിൻ്റെ പുറമെ 400 രൂപയും 2000 രൂപയും ഇതിൻ്റെ ഗൈഡ് ഫീയും സഫാരിക്കുള്ള ചാർജും വരും. ഇത് കൺഫേം ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഗുജറാത്തിലെ ഗീർ വനത്തിലേക്ക് സഫാരി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 3 മണിക്കൂറാണ് സഫാരി ടൈം ഉള്ളത്. അതിൽ 3 ഷെഡ്യൂളുകളായിട്ടാണ് സഫാരി ഉള്ളത് അവിടെ. അതിൽ രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് 9 മണിക്ക് അവസാനിക്കുന്ന രൂപത്തിലും, അതുപോലെ 9 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിക്ക് അവസാനിക്കുന്ന ഒരു ഷിഫ്റ്റും, പിന്നെ ഈവനിങ് 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തുമാണ് സഫാരി ടൈം അവർ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഏതാണോ സമയം സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗുജറാത്തിലെ ഗീർ വനത്തിലേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ട്രെയിൻ മാർഗ്ഗം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ബൈ റോഡ് യാത്ര ചെയ്യാം, വിമാന മാർഗ്ഗമൊക്കെ യാത്ര ചെയ്യാം. ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും തിരുവനന്തപുരം മുതൽ വരാവൽ വരെ പോകുന്ന വരാവൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ ജുനഗദിലേക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് സ്ലീപ്പറിലോ സെക്കൻഡ് AC അല്ലെങ്കിൽ തേർഡ് AC യാത്ര ചെയ്യാം. അല്ലെങ്കിൽ ലോക്കലായിട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യാത്ര ചെയ്യാം. ഗുജറാത്തിലെ ജുനഗദിൽ ഇറങ്ങുക, അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ മാർഗം യാത്ര ചെയ്യുക. ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം 10 എന്ന് എഴുതിയ നമ്പറുള്ള ആ സ്റ്റോപ്പിൽ നമ്മൾ നിൽക്കുക. ആ സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് ബസ് വരും. അവിടെ നിന്ന് 54 കിലോമീറ്ററാണ് സാസൻഗീർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളത്. അവിടെ എത്തിയതിന് ശേഷം 2 രൂപത്തിൽ നമുക്ക് താമസിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഒന്ന്, നമുക്ക് അവിടെ ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൽ നമുക്ക് അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ താമസിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് ഹോട്ടൽ സംവിധാനങ്ങളുണ്ട്, അവിടെയും നമുക്ക് താമസിക്കാം. നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് സഫാരി ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെയും അതുപോലെ വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തലേ ദിവസം തന്നെ സാസൻഗീറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയതിനു ശേഷം അവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. നമ്മളെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് അവരെ കാണിച്ചു കൊടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അവിടെ ജിപ്സി സഫാരിയാണ് അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ 2000 രൂപയും പിന്നെ ഗൈഡ് ഫീ ആയിട്ടുള്ള 400 രൂപയും അവിടെ ഉണ്ട് സ്പോട്ടിൽ കിട്ടുക. നിങ്ങളടുത്ത് ക്യാമറ ഉണ്ട് എന്നുണ്ടെങ്കിൽ 200 രൂപയാണ് ക്യാമറക്ക് അവിടെ ഫീ ആയിട്ട് വരുന്നത്. ഈ ഫീയും അവിടെ കിട്ടിയതിന് ശേഷം സഫാരി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർഷത്തിൽ 4 മാസം ഗുജറാത്ത് ഗീർ ഫോറസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചിടും. ജൂൺ 16 മുതൽ ഒക്ടോബർ 15 വരെയാണ് ഈ കാലാവധി. ഈ സമയത്ത് ടിക്കറ്റ് എടുത്തത് കൊണ്ട് കാര്യമില്ല. ഈ സമയത്ത് നമ്മൾ ഗുജറാത്ത് ഗീറിലെത്തിയിട്ടും കാര്യമില്ല. ഈ സമയത്ത് നമുക്ക് അവിടെ സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ കാര്യം പ്രത്യേകം ഗീറിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം.